നമ്മളിനി പോകുന്നത് നമ്മളുടെ വിവിധ ജില്ലകളിലേക്കാണ്. നമ്മളുടെ റിപ്പോർട്ടർമാർ തത്സമയമുണ്ട്. സൂര്യഗായത്രിയിലേക്കാണ് ആദ്യം പോകുന്നത്. കൊല്ലം മുളങ്കാടകത്ത് ലിബർട്ടി ബിരിയാണി കടയിലാണ് സൂര്യഗായത്രി ഉള്ളത്. സൂര്യ, എന്താണ് നിലവിൽ ലിബർട്ടി ബിരിയാണി കടയിൽ സംഭവിക്കുന്നത്? അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? പല കടകളിലും ഈ ചോറും കറികളും ഒക്കെ നിർത്തിയിട്ട് ചിക്കൻ ബിരിയാണി എന്ന ഒറ്റ വിഭവത്തിലേക്ക് മാറി. അത് കഴിഞ്ഞ് 2 ദിവസം മുൻപ് മുതൽ അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഈ ബിരിയാണി കടയിൽ എന്താണ് അവർക്ക് പറയാനുള്ളത്? അവിടെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ? അനുജ, വലിയ പ്രതിസന്ധി തന്നെയാണ്. കൊല്ലം ജില്ലയിൽ തന്നെ 24ഓളം ഹോട്ടലുകൾ പൂട്ടിക്കഴിഞ്ഞു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഞാൻ നിൽക്കുന്ന ഈ ലിബർട്ടി ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ ഹോട്ടൽ പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. തൊട്ടടുത്ത പള്ളിയിലേക്ക് നോമ്പ് തുറക്കൽ വിഭവങ്ങൾ നൽകുന്ന ഒരു ഹോട്ടൽ കൂടിയാണ് ഇവിടെ. കഴിഞ്ഞ 2 ദിവസമായിട്ട് പുറത്തുനിന്ന് വിഭവങ്ങൾ വാങ്ങി പള്ളിയിലേക്ക് നൽകുകയായിരുന്നു. പക്ഷേ ഇന്ന് അതും കഴിയാതെ വന്നതോടെയാണ് താൽക്കാലികമായിട്ട് തുറന്ന് ഇപ്പോൾ നമുക്ക് കാണാം ഈ സ്റ്റൗ ഉപയോഗിച്ചാണ് വിഭവങ്ങൾ പാകം ചെയ്യുന്നത്. അതായത് ഈ പള്ളിയിലേക്ക് വിഭവങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി മാത്രമായിട്ടാണ് ഇന്നിപ്പോൾ വൈകിട്ടോടു കൂടി ഈ ഹോട്ടൽ തുറന്നത്. എന്തായാലും ലിബർട്ടി ഹോട്ടലിന്റെ ഓണർ നൌഷാദ് തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. വലിയ പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. ഇതില്ല, നമുക്ക് ഗ്യാസിൽ നടക്കത്തില്ല. മറ്റേ ഓരോ പള്ളികളുടെ ഓർഡർ ഉണ്ട്, അത് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ കട തുറന്നത്. ഇതിൽ ഞാനല്ല, എല്ലാ കടക്കാരും പ്രതിസന്ധിയിലാണ്. ഓരോരുത്തർ വന്ന് മേടം നിൽക്കാൻ തന്നെയാണല്ലോ ഓരോരുത്തർ വന്ന് ചോദിക്കുന്നത്. ഓരോ കടകളെല്ലാം അടച്ചിരിക്കുകയാണ്. ഈ പ്രതിസന്ധി രൂക്ഷമായിട്ടിരിക്കുകയാണ്. 2 ദിവസമായിട്ട് അടച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഇന്നാണ് ഇത് കൊടുക്കാൻ 2 ദിവസം ഞാൻ വേറെ സാധനം എടുത്ത് കൊടുത്തത്. പക്ഷേ ഇന്ന് അവർ അവിടെയും അടച്ച്, നമ്മൾ എടുത്ത സ്ഥലം അടച്ച്. പിന്നെ ഇത് കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് മണ്ണ സ്റ്റവ് വാങ്ങിച്ച് കൊടുക്കുന്നത്. ആ പ്രശ്നം ഇതായിരുന്നു. ഗ്യാസ് ഇല്ല, ഒട്ടുമില്ല. ഒട്ടും നമുക്ക് എന്തെങ്കിലും ചെയ്യാമല്ലോ. ഗ്യാസിൻ്റെ വിലയില്ല, നടക്കുന്നില്ല. ഇപ്പോൾ സ്റ്റവ് ഇന്നലെ രാത്രി പോയി വാങ്ങിയത്. ഇത് കൊടുക്കാൻ വേണ്ടി ഇന്നലെ രാത്രി വാങ്ങിച്ച 3 സ്റ്റവ് വാങ്ങിച്ചതാണ്. അതാണ് അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് രാവിലെ ഉച്ചയ്ക്കോട്ട് തുടങ്ങിയിട്ട് ഇതുവരെ അത് കൊടുക്കാൻ പറ്റുള്ള സാധനം ആയിട്ടില്ല. പവറില്ല, അതുകൊണ്ട് നടക്കുന്നില്ല. അത് പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പരിഹാരം നിങ്ങൾ നാളെയൊക്കെ ഹോട്ടൽ അടച്ചിടാനോ? നാളെ എവിടെയെങ്കിലും കിട്ടിയാൽ നമ്മൾ തുറക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അടച്ചിടാനേ വേറെ വഴിയില്ല. ഇത് വെച്ചാൽ ചെയ്യാൻ പറ്റത്തില്ല. ഈ മണ്ണ സ്റ്റവ് വെച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ പിന്നെ പൊടിയെടുപ്പോ മറ്റുള്ള കാര്യം അതിനുള്ള സ്ഥലവും നമുക്കില്ല. അല്ലെങ്കിൽ വീട്ടിലാണ്ട് ചെയ്ത് കൊടുക്കാനുള്ള ഇത് അടയ്ക്കാനേ പറ്റും. ഇങ്ങനെ പോയാൽ നമുക്ക് അടച്ചിട്ട് വരാനേ ബുദ്ധിമുട്ടുള്ളൂ. ഈ മണ്ണെണ്ണ സ്റ്റൗവിലാണ് വിഭവങ്ങൾ തയ്യാറാകുന്നത്. അത് തന്നെ കുറേ നേരമായിട്ട് അവർ അത് തയ്യാറാക്കുകയാണ്. പക്ഷേ കൃത്യസമയത്ത് അത് നൽകാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. തൊട്ട് അപ്പുറത്തും ഇവരുടെ തന്നെ മറ്റൊരു ഹോട്ടൽ കൂടിയുണ്ട്. അവിടെ വിറകടുപ്പാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെയും പള്ളിയിലേക്കായിട്ടുള്ള ബിരിയാണിയാണ് തയ്യാറാക്കുന്നതെന്ന് തോന്നുന്നു. പള്ളിയിലേക്കുള്ള ബിരിയാണിയാണ് അവിടെ തയ്യാറാക്കുന്നത്. അത് ഓർഡർ മുമ്പേ കൊടുത്തതാണ്. അത് കൊടുക്കാൻ വേണ്ടിയാണ് ഇപ്പം അതും വേറെ പൊടിയെടുപ്പിനകത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. വിറക് പുറത്തുനിന്ന് വാങ്ങിയത്? പുറത്തുനിന്ന് പൊടി ഇതെല്ലാം വേറെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ്. വിറകിന്റെ ഒക്കെ റേറ്റ് എങ്ങനെയാണ്? അത് അനിയനാണ് വാങ്ങിയത്. അതിൻ്റെ അറിയില്ല. അത് ബില്ല് വരുമ്പോഴേ അറിയാൻ പറ്റുന്നുള്ളൂ. തൊട്ടപ്പുറത്തെ ഹോട്ടലിൽ വിറകടുപ്പിലാണ് ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നത്. അത് വലിയ പ്രതിസന്ധി. അതായത് 24ഓളം ഹോട്ടലുകൾ ഇതിനോടകം തന്നെ പൂട്ടിക്കഴിഞ്ഞു. നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ ആളുകൾ ഭക്ഷണം ചോദിച്ച് വരുന്നുണ്ട്. ഹോട്ടലിലേക്ക് ഭക്ഷണം ചോദിച്ച് വരുന്നവരെ ഭക്ഷണം ഇല്ല എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയാണ്. വേറെ ഏതെങ്കിലും ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ അത് തിരക്കി അവരെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടേണ്ട അവസ്ഥയാണ്. പക്ഷെ എല്ലായിടത്തും സമാന സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അവരുടെ തന്നെ തൊട്ടടുത്തുള്ള മറ്റൊരു ഹോട്ടലാണ്. ഇവിടെ വിറകടുപ്പിൽ എനിക്ക് തോന്നുന്നു പള്ളിയിലേക്ക് തന്നെയുള്ള ബിരിയാണി പാകം ചെയ്യുകയാണ്. പക്ഷെ അത് തന്നെ കൃത്യസമയത്ത് കൊടുക്കാൻ കഴിയുന്നില്ലല്ലേ? ഇല്ല, ഇന്നിപ്പോൾ 9 മണിക്കൂർ കിടക്കാൻ ഇപ്പോഴും 8 മറ്റേ 6 മണിക്ക് ചെയ്താൽ മതി. ഇപ്പം 4 മണിക്ക് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണ് നടക്കുന്നില്ല. വിറകടുപ്പും അതുപോലെ തന്നെ മണ്ണെണ്ണ സ്റ്റൗവും ഒക്കെ ഉപയോഗിച്ചാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. പക്ഷെ അത് കൃത്യസമയത്ത് വേണ്ടവർക്ക് അരികിലേക്ക് എത്തിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. തൊട്ടടുത്താണ് പള്ളിയുള്ളത്. ആ പള്ളിയിലേക്ക് നോമ്പ് തുറക്കൽ വിഭവങ്ങൾ സ്ഥിരമായിട്ട് എത്തിക്കുന്നത് ഈ ഹോട്ടലിൽ നിന്നായിരുന്നു. അത് എത്തിക്കാൻ കഴിയാത്ത വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഏത് വിധേനയും വിറകടുപ്പെങ്കിൽ വിറകടുപ്പ്, അല്ലെങ്കിൽ മണ്ണെണ്ണ സ്റ്റൗ എങ്കിൽ അങ്ങനെ ഏത് വിധേനയും ആ പള്ളിയിലേക്ക് ഭക്ഷണം എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ ഹോട്ടൽ ഉള്ള തൊഴിലാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതും കൃത്യസമയത്ത് എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ള വലിയ പരാതി പറയുന്നു. എന്തായാലും വലിയ പ്രതിസന്ധിയിലൂടെയാണ് അനുജ ഈ ഹോട്ടൽ ജീവനക്കാർ കടന്നു പോകുന്നത്. ഹോട്ടൽ കൊല്ലം ജില്ലയിൽ ഇതിനോടകം തന്നെ ഏതാണ്ട് 24ഓളം ഹോട്ടലുകൾ പൂർണ്ണമായി അടച്ചുപൂട്ടി എന്നതാണ് സൂര്യഗായത്രി നൽകിയ വിവരം. ഇപ്പോൾ കണ്ട കട അത് നോമ്പുതുറയുടെ സമയമാകുമ്പോൾ അതിനുള്ള വിഭവങ്ങൾ തയ്യാറാക്കി നൽകേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് അതിനുവേണ്ടി മാത്രം തുറന്ന് മണ്ണെണ്ണ സ്റ്റൗവിൽ പ്രവർത്തിച്ച് വിഭവങ്ങൾ തയ്യാറാക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ വിറകടുപ്പിലും ഇത്തരത്തിലേക്ക് ചിക്കൻ
ബിരിയാണി ഉണ്ടാക്കി പള്ളിയിലേക്ക് കൊടുക്കുക എന്നത് അവർ ചെയ്യുകയാണ്. മറ്റ് വിഭവങ്ങളൊന്നും തന്നെ അവിടെ തയ്യാറാക്കുന്നില്ല. പല ഹോട്ടലുകളും പൂർണ്ണമായും അടച്ചുപൂട്ടിയിരിക്കുന്നു. 24 ഹോട്ടലുകൾ എന്നുള്ളതാണ് കൊല്ലം ജില്ലയിൽ നിന്ന് ഇന്ന് വന്നിരിക്കുന്ന കണക്കിന്. നമ്മൾ പോകുന്നത് കോട്ടയത്തേക്കാണ്. അവിടെ കുറ്റിക്കൽ കേറ്ററിംഗ് സെന്ററിലാണ് ടോബി ജോൺസൺ നമ്മുടെ പ്രതിനിധിയുള്ളത്. തത്സമയം ടോബി, കേറ്ററിംഗ് സെന്ററുകാരൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്. അവർ ഇതിനോടകം തന്നെ ഏറ്റെടുത്ത ചില ഈ വിരുന്നുകളുടെയും മറ്റും, അത് ഇഫ്താർ വിരുന്നൊക്കെ ഉൾപ്പെടെയുള്ളതുണ്ട്, പാർട്ടികൾ, അതെല്ലാം പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്താണ് അവർക്ക് പറയാനുള്ളത്? അനുജ, തീർച്ചയായിട്ടും നോമ്പുകാലമാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ക്രൈസ്തവരും അതുപോലെ തന്നെ മുസ്ലിങ്ങളും എല്ലാം നോമ്പിലാണ്. അതുകൊണ്ട് വർക്ക് അല്പം കുറവുണ്ടെങ്കിൽ പോലും ചെറിയ ചെറിയ വർക്കുകൾ ഇപ്പോഴും അവർക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. സാധാരണ വലിയ ബൾക്ക് ക്വാണ്ടിറ്റിയിലുള്ള വർക്കുകളൊക്കെ വരുമ്പോൾ അത് വിറകടുപ്പിലൊക്കെയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഈ ചെറിയ ക്വാണ്ടിറ്റി വരുമ്പോൾ അത് മീറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. കാരണം അതെല്ലാം ഗ്യാസ് അടുപ്പിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കിപ്പോൾ കാണാം ഈ സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. അടുത്തിടെയായിട്ട് കാര്യമായിട്ടുള്ള വർക്കുകളൊന്നും തന്നെ ഇല്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് കുറ്റിക്കലുള്ള BS കാറ്ററിംഗ് സർവീസിലാണ്. നമുക്ക് അതിന്റെ ഉടമയോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എന്താണ് നിലവിലെ സാഹചര്യം? ഈ ഗ്യാസ് പ്രതിസന്ധി നിങ്ങളെ എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത്? ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോയമ്പ് സമയമായതുകൊണ്ട്, 50 നോയമ്പിൻ്റെ സമയമായതുകൊണ്ട് ആണ് നമുക്കത് പെട്ടെന്ന് ഒരു ഹോട്ടലുകാരെ പോലുള്ള വിഷയം നമുക്കുണ്ടാകാതിരിക്കുന്നത്. ഓർഡറുകൾ ഇപ്പം കുറവാണ്, ചെറിയ ക്വാണ്ടിറ്റികളേ ഉള്ളൂ. പക്ഷേ ചെറിയ ക്വാണ്ടിറ്റി കിട്ടുമ്പം നമുക്ക് വിറകടുപ്പിനേക്കാൾ കൂടുതൽ നമുക്ക് സൗകര്യം ഗ്യാസ് അടുപ്പ് തന്നെയാണ്. അപ്പം ജോലിക്കാരാണെങ്കിലും വർഷങ്ങളായിട്ട്, ഇതിപ്പോൾ ഞാൻ 46 വർഷമാണ് തുടങ്ങിയിട്ട്. അപ്പോൾ ചെറിയ അളവുകളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്യാസ് അടുപ്പിലാണ്. അപ്പോൾ പണിക്കാർക്ക് അതിൻ്റെ സൗകര്യവും എളുപ്പവും ഗ്യാസ് അടുപ്പ് തന്നെയാണ്. അപ്പം ഗ്യാസ് അടുപ്പിൽ നിന്ന് വിറകടുപ്പിലേക്ക് മാറുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഭക്ഷണം പാചകം ചെയ്യുന്നതിനുള്ള സമയവും അതിൻ്റെ സാങ്കേതികത്വം എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ജോലി ചെയ്യുന്നവർക്ക് അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വളരെ ഇപ്പോൾ ഇന്നുണ്ടായിരുന്ന ചെറിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇപ്പം ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ് ഗ്യാസ് കുറ്റിയും കാലിയായിട്ടിരിക്കുകയാണ്. നമുക്ക് കിട്ടില്ല, ഓർഡർ ചെയ്തതൊന്നും കിട്ടിയിട്ടില്ല. വേണ്ടി വരും. നമുക്ക് ആവറേജ് 3 വലിയ ഗ്യാസ് കുറ്റിയാണ് നമ്മൾ ഇവിടുത്തെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 50 നോയമ്പ് ആയതുകൊണ്ട് മാത്രം നമുക്ക് കംപ്ലൈൻറ്റ് ഇല്ലാതെ ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നു. പക്ഷേ ഇത് മുന്നോട്ടിപ്പം 50 നോയമ്പ് കഴിയുമ്പോഴത്തേക്കും ധാരാളം ഓർഡറുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓർഡർ ആ സമയത്ത് അത് ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങൾ, ഗ്യാസ് അടുപ്പ് ചെയ്യേണ്ട ഒത്തിരി വർക്കുകളുണ്ട്. അതായത് ലൈവായിട്ട് കൊടുക്കുന്ന മുഴുവൻ നമുക്ക് ഗ്യാസേലേ പറ്റുള്ളൂ. ഈ കല്യാണ ഫംഗ്ഷനൊക്കെ നമുക്ക് ഓഡിറ്റോറിയത്തിൻ്റെ വാതിക്കൽ വിറകും കൊണ്ടൊന്നും പോകാനായിട്ട് പറ്റത്തില്ല. സ്പീഡപ്പായിട്ട് നമുക്ക് കാര്യങ്ങൾ നടക്കണം. അപ്പം ഇവിടുന്ന് ആ സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകേണ്ടത് ഗ്യാസ് അടുപ്പിലാണെങ്കിലേ പറ്റുള്ളൂ. വിറകടുപ്പെന്ന് പറഞ്ഞാൽ കിടന്നു വേകുന്ന സമയം കൂടുതലെടുക്കുന്ന സാധനങ്ങൾ മാത്രമേ നമുക്ക് വിറകടുപ്പ് പോസിബിൾ അല്ല. അനുജ, ഇവിടെ ഒരു കാഴ്ച കൂടി കാണാം. നമുക്കിപ്പോൾ കാണുന്നത് ഒരു വലിയ കാറ്ററിംഗ് സെന്റർ ആണ്. കോട്ടയത്തെ ഒരു പ്രധാനപ്പെട്ട കാറ്ററിംഗ് സെന്റർ ആണ്. അവിടെ ഈ സാധനങ്ങൾ മൊത്തം ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ എടുത്ത് കാണിക്കേണ്ട ഒരു കാര്യം, ഇവിടെ കൂടുതൽ ഈ അടുപ്പുകൾ, വിറകടുപ്പുകൾ എടുത്ത് കൂട്ടി വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഇത് എടുക്കാൻ വരുന്നുണ്ട്. ഈ ഹോട്ടലുകളൊക്കെ എടുക്കാൻ വരുന്നുണ്ടെന്നാണ് ഇവിടെ നിന്ന് പറയുന്നത്. ഇവിടെ നിന്ന് വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോവുകയാണ്. താൽക്കാലികമായി വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോയി ആ വിറകടുപ്പിലേക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നു എന്നാണ് ഇവിടുത്തെയുള്ള ആളുകളും പറയുന്നത്. ഇത് കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടോ ഈ മേഖല? ഇത് വലിയ തോതിലാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ പറയുന്ന ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പറയുന്ന നിയന്ത്രണം അത് തികച്ചും അശാസ്ത്രീയമാണ്. ഇവിടുത്തെ ഈ പറയുന്ന ഭാരതാണെങ്കിലും HP ആണെങ്കിലും ഇന്ത്യൻ ഉൾപ്പെടെയുള്ള കമ്പനികളുടെ ഡീലർമാരുടെ കയ്യിൽ വാണിജ്യ ആവശ്യത്തിനുള്ളതും ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾ ഇവരുടെ കയ്യിൽ ന്യായമായ സ്റ്റോക്കുള്ള ഈ സമയത്താണ് പെടുന്നനെ തന്നെ ഈ വാണിജ്യ സിലിണ്ടറുകൾക്ക് പൂർണ്ണമായിട്ടുമുള്ള വിതരണം നിർത്തിവെച്ചത്. ഈ നിർത്തിവെക്കുന്നതിന്റെ നേട്ടം ഉണ്ടാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ സ്വകാര്യ ഗ്യാസ് കമ്പനികളുണ്ട്. അവര് വിപണി വിലയെക്കാട്ടിലും 700 രൂപ വരെ ഒരു സിലിണ്ടറിന് അധികം കൊടുത്തിട്ട് ഈ വിപണിയിൽ നിന്ന് ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് അനുജ. എന്തായാലും കാറ്ററിംഗ് മേഖലയിലും കാര്യമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അവിടെ ഹോട്ടലുകളൊക്കെ അടച്ചുപൂട്ടിയ കണക്കുകളൊക്കെ ഇപ്പോൾ ടോബിക്ക് ലഭിച്ചിട്ടുണ്ടോ കോട്ടയം ജില്ലയിലെ? അതുകൂടി വേഗം. അനുജ, പല സ്ഥലങ്ങളിലും അടച്ചുപൂട്ടലിന്റെ ഘട്ടത്തിലേക്ക് വക്കിലേക്ക് എത്തി നിൽക്കുന്നു എന്നാണ്. പല സ്ഥലങ്ങളിലും ഈ വിഭവങ്ങളുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഉച്ചയ്ക്ക് കൊടുക്കുന്ന ഊണിന്റെയൊക്കെ കറികളുടെ എണ്ണം കുറച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് നമുക്കറിയാൻ സാധിക്കുക. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി അതിന്റെ ഒരു കണക്ക് പുറത്തുവിടുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട്. കാരണം പ്രതിസന്ധി കൂടുതലായി അടുത്ത് വരുന്നതേ ഉള്ളൂ. ഈ ഇപ്പം 2 ദിവസത്തേക്കൊക്കെയുള്ള ഗ്യാസ് തൽക്കാലത്തേക്കുണ്ട്. പക്ഷേ നാളെയും മറ്റന്നാളും ഒക്കെ അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെ മീറ്റ് ചെയ്യും, വരും ദിവസങ്ങളിൽ എങ്ങനെ മീറ്റ് ചെയ്യുമെന്നുള്ള ഒരു പ്രതിസന്ധിയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ ഹോട്ടലുകൾക്ക് പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.